എന്താ പറയുക, എനിക്കതിൻ്റെ ഒരു ഹാങ് ഓവർ വായിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹാങ് ഓവർ ഒന്നും മാറിയിട്ടില്ല, അതാ സത്യം. പറയാൻ പറ്റുന്നത് നല്ല പടമായിരുന്നു. ഇല്ല, വായിച്ചിട്ടില്ല. നല്ല മൂവി. 3 മണിക്കൂറോളം ഉണ്ടല്ലോ. ലാഗ് നമ്മളാണെങ്കിൽ ആ കണ്ടന്റ് നന്നായിട്ട് മനസ്സിലായാൽ നമുക്ക് ലാഗായിട്ടൊന്നും തോന്നത്തില്ല. നന്നായിരുന്നു. ഇല്ല, വായിച്ചിട്ടില്ല. നന്നായിരുന്നു. പൃഥ്വിരാജിനെയാണ്. അത് നന്നായിരുന്നു. എല്ലാം 16 വർഷത്തെ കാത്തിരിപ്പായിരുന്നു ഈ സിനിമ. ഷുവർ ക്ലാസിക് മൂവി. ഒരു വേൾഡ് ക്ലാസ്സിലൊക്കെ എങ്ങനെയുണ്ടല്ലോ അമേസിങ്, അടിപൊളിയായിരുന്നു, ഭയങ്കരമായിട്ട്. അല്ലാത്ത പക്ഷം ഇത് പൃഥ്വിരാജാണെന്ന് പറയില്ല. എസ്പെഷ്യലി ആ മേക്കപ്പും ആ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഒരു കരിയർ ബെസ്റ്റ് ക്യാരക്ടർ തന്നെയായിരിക്കും. വേണം എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ കണ്ടിട്ടുള്ള വെച്ചിട്ട് വെരി 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 അമേസിംഗ് എന്നാണ് പറയുന്നത്. പൃഥ്വിരാജിനെ അല്ലാണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ആരായിരുന്നു? ഹക്കീം എന്ന് പറഞ്ഞത്, ഗോകുൽ എന്ന് പറഞ്ഞാൽ. പിന്നെ ഓവറോൾ കാസ്റ്റ് ആൻഡ് ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ട്? ക്യാമറ അടിപൊളി. പൃഥ്വിരാജ് എങ്ങനെയുണ്ടായിരുന്നു? പൃഥ്വിരാജിൻ്റെ അഭിനയം വല്ലാതെ ഭയങ്കര അവസാന ഭാഗങ്ങളോട്ട് പോയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര വിഷമം തോന്നിയത്? വിഷമം നമുക്ക് ഓൾറെഡി കേട്ടിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഭയങ്കര വിഷമം, അങ്ങനെ ആ കഥ നജീബുമായിട്ട് ആലോചിച്ചപ്പോൾ നമുക്ക് നല്ല വിഷമമായിട്ട് തോന്നി. താങ്ക് യു. ഇത് നോവല് ബുക്സ് ഒക്കെ ഇത് വായിച്ചിട്ടുണ്ടോ? നേരത്തെ സ്റ്റോറി അറിയായിരുന്നു, വായിച്ചിട്ടില്ല. അപ്പോൾ അതെങ്ങനെയുണ്ട് സിനിമയായിട്ട് വന്നപ്പോൾ? കൊള്ളാം, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരും? അയ്യോ, അടിപൊളി, സൂപ്പർ. ആരും ഒരുപാട് ഇഷ്ടപ്പെട്ടത്? പൃഥ്വിരാജ് തന്നെ. മ്യൂസിക്കും ബാക്കി സോങ്സും സിനിമോട്ടോഗ്രാഫി ക്യാമറ വർക്കൊക്കെ എങ്ങനെയുണ്ട്? ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. ഇല്ലാതെ പെർഫോമൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടില്ല. അതിൽ പൃഥ്വിരാജ് അടിപൊളിയായിരുന്നു. പിന്നെ കൂടെ ഹക്കീമായിട്ട് വന്ന ഗോകുൽ അടിപൊളിയായിരുന്നു. പിന്നെ മറ്റേ ഒരു ആഫ്രിക്ക സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. നന്നായിരുന്നു, നല്ല ഫിലിമായിരുന്നു. ഇതുവരെ കാണാത്തൊരു പൃഥ്വിരാജിനാണോ ഇതിൽ കാണാൻ പറ്റും? അതെ, ഉറപ്പായിട്ടും. കരിയർ ബെസ്റ്റ് നല്ല ഫിലിമായിരുന്നു, ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ഒരുപാട് ഇമോഷണൽ ആയ സിനിമ കണ്ടിട്ട് ഇമോഷണല്ല, ടെൻഷനായിരുന്നു ആക്ച്വലി. നെക്സ്റ്റ് എങ്ങനെയെന്നുള്ള ടെൻഷനായിരുന്നു. നെക്സ്റ്റ് എന്താവുന്നു. ഒരു റിയൽ സ്റ്റോറിയും കൂടെ ആണല്ലോ. ട്രൂ സ്റ്റോറി ആയതുകൊണ്ടാണ് അത്രയൊരു ഇമ്പാക്റ്റ് ഉണ്ടായത്. എങ്ങനെയായിരുന്നു? നല്ലൊരു സങ്കടപ്പെട്ട അടിപൊളിയാണ്, സൂപ്പറായിരുന്നു. മേക്കിംഗ് ആയിരുന്നു ഏറ്റവും ബെസ്റ്റ്. എല്ലാവരും അടിപൊളിയായിരുന്നു. ഹക്കീമായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഗോകുൽ അടിപൊളിയായിരുന്നു. പൃഥ്വിരാജിനെക്കാളും ചിലപ്പം ഗോകുൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 16 വർഷത്തെ കാത്തിരിപ്പായിരുന്നല്ലോ ഈ സിനിമ. അതിനുണ്ടോ ഈ സിനിമയ്ക്ക്? തീർച്ചയായിട്ടും 16 വർഷം. എനിക്ക് തോന്നുന്നു ഈ ഗ്യാപ്പൊക്കെ വന്നുകൊണ്ടാണ് 16 വർഷം ശരിക്കും ഉണ്ടായിരുന്നു. നല്ലായിരുന്നു. പെർഫോമൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പൃഥ്വിരാജിൻ്റെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പോർഷനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഒരുപാട് ഇഷ്ടമായി. കണ്ടപ്പോൾ എങ്ങനെയാണ്? വിഷമം തോന്നി? കണ്ടപ്പോൾ നല്ല സങ്കടം തോന്നി. നന്നായിരുന്നു സിനിമ. റിയൽ സ്റ്റോറിയും കൂടെ ആണല്ലോ. നജീബ് എന്ന് പറഞ്ഞിട്ട്. അതെ, നന്നായിരുന്നു. ഭയങ്കര സങ്കടവും വിഷമവും ഇതിങ്ങനെയാണല്ലോ അനുഭവിക്കുന്നത്. ഇഷ്ടപ്പെടുന്നു. ഔട്ട്സ്റ്റാൻഡിങ്. ജീവിക്കായിരുന്നു. പൃഥ്വിരാജിനെ കാണാൻ പറ്റില്ല എന്ന് പലരും പറഞ്ഞു. പുള്ളി ഇത് ജീവിക്കായിരുന്നു. ആക്ടിംഗ് ആണെന്ന് തോന്നുന്നില്ല. ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം അടിപൊളിയായിരുന്നു. മേക്കിംഗ് വിഷ്വലെല്ലാം അടിപൊളി. വിഷ്വൽസ് VFX ഒക്കെ എല്ലാം അടിപൊളിയായിരുന്നു. ആ ഒരു സീനൊക്കെ സൂപ്പറായിരുന്നു. സീൻ പറയുന്നില്ല, പക്ഷേ ആ സീനൊക്കെ നല്ല രസമായിരുന്നു. മേക്കിംഗ് അടിപൊളിയായിരുന്നു. എല്ലാം നല്ല. നജീം മാത്രമല്ല, വേറെ 2 ക്യാരക്ടർ, ഹക്കീം സൂപ്പർ. പിന്നെ വേറൊരു പുള്ളി ഉണ്ടായിരുന്നല്ലോ, അതും അടിപൊളിയായിരുന്നു. മ്യൂസിക് ഈസ് നോട്ട് ജസ്റ്റ് മാജിക്. പൃഥ്വിരാജ് ഒരുപാട് മെലിഞ്ഞിട്ടുള്ള ഒരു രംഗം സഡനായിട്ട് തിയേറ്ററിൽ കാണിച്ചപ്പോൾ എന്തായിരുന്നു? അത്ഭുതപ്പെട്ടു പോയി. കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ കാണുന്ന ഒരു പൃഥ്വിരാജിനല്ല നമ്മൾ പൃഥ്വിരാജിനെ കണ്ടില്ലെന്നാണ് പലരും പറയുന്നത്. നജീബിനെ പലപ്പോഴും ലൈക്ക് 1-2 ഷോട്ട്സ് നമ്മുടെ നോർമൽ ലൈഫിലുള്ള പൃഥ്വിരാജ് കാണുമ്പോൾ മാത്രം പൃഥ്വിരാജാണ്. അടിപൊളിയായിരുന്നു. സൂപ്പർ നെറ്റിയായിരുന്നു. കാരണം നല്ല ഇമോഷണലായിട്ടും മൂവി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു.
അടിപൊളിയായിരുന്നു. സ്റ്റോറിയൊക്കെ നേരത്തെ അറിയായിരുന്നു, നോവൽസോ ബുക്കൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു, അല്ല ചെറിയ രീതിയിലുള്ള ഒരു അറിവുകളുണ്ടായിരുന്നു. ലാസ്റ്റ് പോർഷനൊക്കെ എങ്ങനെയുണ്ട്? പൃഥ്വിരാജ് ഒരുപാട് മെലിഞ്ഞിട്ട് വരുന്നൊരു scene. അയ്യോ. അപ്പൊ എങ്ങനെയാ തിയേറ്ററിൽ ഞെട്ടിയായിരുന്നു? ഉറപ്പായിട്ടും നേരത്തെ കുറച്ച് കണ്ടിട്ടാ കുറച്ച് റിവ്യൂസ് അതെ. ഇപ്പോൾ മൊത്തം വായിച്ചപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. സിനിമയായിട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അവര്? നല്ല സിനിമയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ബുക്സ് വായിച്ചിട്ടുണ്ടായിരുന്നു, അറിയാമായിരുന്നു ഈ കഥയെക്കുറിച്ച്? ഇല്ല ആദ്യമായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു? പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടല്ലോ അവിടെ? പെർഫോമൻസ് ആണെങ്കിൽ എല്ലാവരും ശരിക്കും ജീവിക്കുകയായിരുന്നു. നല്ല സിനിമയായിരുന്നു. അത് നമുക്കാണെങ്കിൽ ഇത് സിനിമയായിട്ട് തോന്നത്തേ ഇല്ല. അടിപൊളിയായിരുന്നു. പെർഫോമൻസ് കൊണ്ട് ആരാ ഞെട്ടിച്ചത് ശരിക്കും പറഞ്ഞു? പൃഥ്വിരാജ്. എന്നുവെച്ചാൽ എന്തോ കരിയർ ബെസ്റ്റ് തന്നെ പറയാം. എന്താ പറയുക, നമുക്ക് പൃഥ്വിനെ കാണാൻ പറ്റില്ല, അതിൽ ആ ക്യാരക്ടറിനെ കാണാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ എങ്ങനെയാണ്? ടെക്നിക്കൽ സൈഡൊക്കെ, മ്യൂസിക്കും കാര്യമൊക്കെ എങ്ങനെയാണ്? എല്ലാം അടിപൊളിയായിരുന്നു. Because I think Prithviraj's acting is exceptional. So I think I loved him the most in this movie. പിന്നെ of course direction ഒക്കെ അത് great. പക്ഷേ പൃഥ്വിയുടെ I think അഭിനയമാണ് it's something that touches the heart. ഞാൻ കരിഞ്ഞു തീർന്നിട്ടില്ല. ഭയങ്കരമായിട്ട് നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. അതെ, ഒന്നും പറയാൻ പറ്റത്തില്ല ശരിക്കും. കാത്തിരിപ്പായിരുന്നു ഈ സിനിമ ബ്ലസ്സിയുടെ. അങ്ങനെയുള്ളൊരു വർത്ത് ഈ സിനിമയ്ക്ക് ഉണ്ടോ? എന്തായാലും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു എക്സലൻസ് എക്സ്പെക്ട് ചെയ്തത് പോലും ഇല്ല. ഞാൻ കുറേ റിവ്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു, ശരിക്കും കൊള്ളാമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും ഞാൻ ശരിക്കും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇഷ്ടപ്പെട്ട ആരെയാ? പെർഫോമൻസ് കൊണ്ട് ഞങ്ങളെ പൃഥ്വിരാജിൻ്റെയും മറ്റേ ഇബ്രാഹിമിൻ്റെയും ക്യാരക്ടർ ഇറ്റ് വാസ് അമേസിങ് ശരിക്കും പറഞ്ഞാൽ. ഭയങ്കര ആയിട്ട് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു തീമാണ്. അതുകൊണ്ട് നല്ല ഇതിൻ്റെ ആർട്ടിസ്റ്റിക് വർക്കൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫിയൊക്കെ വളരെ നല്ലതാണ്. എയർമാൻ്റെ മ്യൂസിക് വർക്കൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് തന്നെ കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഉണ്ടായിരുന്നു. നല്ല സർവൈവൽ ത്രില്ലറാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണോ ഇത് കാണുന്നത്? ആദ്യമായിട്ടാണ്. ബുക്സ് ഒന്നും വായിച്ചിട്ടില്ലല്ലോ? ഇല്ല. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഇമോഷണൽ ത്രില്ലറാണ്. എങ്ങനെയുണ്ട് പൃഥ്വിരാജിൻ്റെ? ലാസ്റ്റ് ഒരുപാട് മെലിഞ്ഞിട്ടുള്ള ഒരു അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇതുവരെ മുമ്പ് എങ്ങും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ അത് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ബീജിയൊക്കെ എങ്ങനെയുണ്ട്? എയർമാൻ്റെ സോങ്സ്? AR റഹ്മാൻ സോങ്സ് ഒക്കെ നല്ല ഇതായിട്ടുണ്ടായിരുന്നു. വലുതായിട്ട് ഇത് മെയിൻ സോങ്സ് ഒന്നും വലുതായിട്ടില്ല. ഉള്ളത് കൊള്ളായിരുന്നു. നല്ല മൂവിയായിരുന്നു. വായിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല ഫസ്റ്റ് ടൈം കേരളത്തിൽ. അയ്യോ നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ലല്ലോ ഇങ്ങനെയൊക്കെ. പൃഥ്വിരാജിൻ്റെ മേക്ക് ഓവർ ഒരു രക്ഷ. കൊള്ളായിരുന്നു, നല്ല അവിടെ. നോവലൊക്കെ വായിച്ചിട്ടുള്ള ഇല്ല. എങ്ങനെയുണ്ടായിരുന്നു? അവിടെ ഇഷ്ടപ്പെട്ട്. 3 മണിക്കൂറോളം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ലാഗ് എന്തെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു? ഇല്ല അങ്ങനെ ലാഗായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇൻ്റർവെല്ലിൽ വരെ ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് അങ്ങനെ ലാഗായിട്ടൊന്നും തോന്നുന്നില്ല.